വീക്ക് ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് കണ്ടു. ഇതൊരു ആക്ഷൻ കൊറിയൻ ഡ്രാമ സീരീസാണ്. സോ ഈ സീസണിനെ പറ്റി ഞാൻ കേട്ടൊരു ഇൻസ്റ്റാഗ്രാം റീൽസ് പറയുകയാണ്. ഇതിൻ്റെ ഷോർട്സ് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ റീൽസിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. സോ റീൽ വന്ന് ഓരോ ഷോർട്സ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ സീരീസ് എന്തായാലും കാണാൻ ഞാൻ ഉറപ്പിച്ചിരുന്നു. അതിൻ്റെ ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊരു ആക്ഷൻ സീരീസാണ് കൂടി കേട്ടപ്പോൾ കാണാനുള്ള ആകാംക്ഷ കൂടി. സോ അങ്ങനെ കണ്ട സീരീസാണ്. 2 സീസണാണുള്ളത്. ഓരോ സീസൺ 8 എപ്പിസോഡ് വീതമാണുള്ളത്. പിന്നെ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സീരീസ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ സീരീസിൽ കാണിക്കുന്നുണ്ട്. സോ മൊത്തത്തിൽ ഈ സീരീസ് എങ്ങനെയുണ്ട് ചോദിച്ചൊരു കിഡിലെ സീരീസായിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ഡ്രാമയും ആക്ഷൻ സീക്വൻസസും ഇത് രണ്ടും നല്ല ബാലൻസ് ചെയ്ത് നല്ല മുന്നോട്ട് കൊണ്ടുപോയ സീരീസാണ്. 2 സീസൺസ് അടിപൊളി തന്നെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി സീസൺ 1 സീസൺ 2 കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ സീസൺ 2 ഭയങ്കര കിഡിലായിട്ടാണ് ഇവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. സീസൺ 2 ഇപ്പോൾ അടുത്താണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ 25 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സിൽ. സീസൺ 1 വേ ബാക്ക് 2022 സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ആക്ഷൻ സീരീസിൻ്റെ നിലയ്ക്ക് ഇത് ഗംഭീരമാണ്. ആൻഡ് സ്റ്റോറി വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. ഒരു ആനിമി കാണുന്ന ഫീൽ ആയിരുന്നു ഈ സീരീസ് കാണുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത്. ഒരു കൊറിയൻ ഡ്രാമ സീരീസ് ആയതിനെ കൊണ്ട് തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേരും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഫേസസ് ഒക്കെ നമുക്ക് മുന്നിൽ വരുമ്പോൾ ഒരു ആനിമി കാണുന്ന ഫീൽ. നമ്മൾ ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്നൊരു ആനിമ ഉണ്ട്. ഏകദേശം ഇതേപോലത്തെ ഒരു പ്രോട്ടം കാര്യങ്ങളുള്ള ആനിമ തന്നെയാണ്. സോ അതിൻ്റെയൊക്കെ ഒരു വൈബ് വന്നു ഈ ഒരു സീരീസ് കാണുമ്പോൾ. ഇതൊരു ഗാങ്സ്റ്റർ സംഭവം അങ്ങനത്തെ പരിപാടിയല്ല. ഒരു സ്കൂൾ പിള്ളേർ അടക്കം നടക്കുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ്. അവരുടെ ഫ്രണ്ട്ഷിപ്പും അവരൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാണിച്ചുകൊണ്ട സീരീസ് തന്നെയാണ്. സോ ഈ ഫ്രണ്ട്ഷിപ്പിൽ നല്ല വിലയുണ്ട് ഈ സീരീസിൽ. അത് ഗംഭീരം അവർ കാണിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് നടക്കുന്ന കുറേ പ്രശ്നങ്ങളും അതിനകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ സീരീസ് കാണിച്ചുകൊണ്ടുപോകുന്നത്. സോ ആ ഒരു പോക്കുണ്ടല്ലോ ഈ സീരീസിൻ്റെ, അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്ങോട്ടേക്ക് ഈ സീരീസ് പോകാമെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഓരോ ആക്ഷൻ സെറ്റ് പീസസ് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ച രീതി അത് ഗംഭീരമാണ്. വെറുതെ ആക്ഷൻ സീക്വൻസ് ഇവിടെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുത്തിക്കയറ്റില്ല. അതിന് കൃത്യമായിട്ട് ഒരു പ്ലേസ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ഡ്രാമ ബോർഡ് സീരീസ് പോയിട്ട് കറക്റ്റായിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് എവിടെ വേണ്ടത് നല്ല രീതിക്ക് പ്ലേസ് ചെയ്ത് വെച്ചതിനെ കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഒരു ഫ്ലോ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലോ ഉള്ള ഒരു സീരീസ് തന്നെയാണ്. എല്ലാം കൂടി കണ്ടു കഴിയുമ്പോൾ ഭയങ്കര വൈബാണ് സീരീസ്. കിഡിലൻ സീരീസാണ്. നമുക്ക് തന്നെ കോരിത്തെരിപ്പ് ചെയ്തിരുന്ന കുറേ സീക്വൻസസ് ഉണ്ട്. കുറേ ഹൈ എലിവേഷൻ പോർഷൻസ് ഉണ്ട് ഈ സീരീസിൽ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞു റീൽസിൽ കണ്ട സീക്വൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിലെ ഗംഭീര എക്സ്പീരിയൻസ് തന്നെയാണ്. എൻ്റെ പ്ലോട്ട് വൈസ് ചെറുങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഷോൺ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു സ്കൂളിൽ പഠിക്കുന്നു. സോ സ്കൂളിൽ ആ ഒരു ക്യാരക്ടറിനെ പുള്ളി ചെയ്യാൻ വേണ്ടി കുറേ അധികം സ്റ്റുഡൻസ് വരുന്നു. പിന്നെ നടക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം സീരീസ് കാണിച്ചു പോകുന്നത്. ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ഭയങ്കര നമ്മൾ ഹുക്കാക്കുന്നുണ്ട് ഈ സീരീസ്. ആ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ എന്താണ് കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് ഇവർ കൃത്യമായിട്ട് കാണിച്ചിരുന്നുണ്ട്. സോ ആ ഒരു ഫസ്റ്റ് എപ്പിസോഡ് കണ്ടാൽ വേണ്ടി സീരീസിനെ ഹുക്കാക്കാൻ വേണ്ടിയിട്ട് അതൊരു കിടില എപ്പിസോഡാണ് ഇനീഷ്യൽ എപ്പിസോഡ്. പിന്നെ അങ്ങോട്ടേക്കുള്ള ഒരു പോക്ക് വേറെ തന്നെയായിരുന്നു ആ സീസൺ 1. പിന്നെ സീസൺ 2 വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി പരിപാടി മാറ്റാണ്. അതിൻ്റെ ഒരു ക്ലാസ് അടക്കം മാറുന്നുണ്ട്. അതായത് ഇതിൻ്റെ സീസൺസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാനേ ഉള്ളൂ സംഭവങ്ങളൊക്കെ. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി സീസൺ 2 ഒരു രക്ഷയില്ല. ഇവർ സ്പെഷ്യലി ബിൽഡ് ചെയ്ത് വെക്കുന്ന ഒരു ആക്ഷൻ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡിലാണ്. അതൊരു ഗംഭീര എക്സ്പീരിയൻസ്. എന്നാൽ സീസൺ 1 അങ്ങനെ തന്നെയാണ്. പക്ഷേ സീസൺ 2 വരുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഒരു വലിപ്പം വേറെ തന്നെയാണ്. ഗംഭീര മൂഡ് തന്നെയായിരുന്നു. പിന്നെ ഓരോ ആക്ഷൻ സെറ്റ് പീസസ് ഫുള്ളി ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. മറ്റേ കത്തി തോക്കൊന്നുമല്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ ട്രെയിലറും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഈ ട്രെയിലറും കാര്യങ്ങളൊന്നും കാണാൻ ഈ സീരീസിലേക്ക് നേരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗംഭീര എക്സ്പീരിയൻസ് ഈ സീരീസ് നൽകി. ഫുള്ളി നോക്കിയാൽ ആക്ഷൻ സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സീരീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത വിധം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മളെ പിടിച്ചെടുത്തിട്ടുണ്ട് ഓരോ എപ്പിസോഡും. നമ്മൾ ഒരിക്കലും ബോറാക്കുന്നില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ്. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലാണ്ട് സൈഡ് ക്യാരക്ടേഴ്സ് ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട്. എസ്പെഷ്യലി അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരടക്കം തന്നെ നമുക്ക് ഭയങ്കര കണക്ട് ആയ രീതിക്കാണ് വെച്ചിട്ടുണ്ട്. ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ ഇമോഷൻസ് ഉണ്ടല്ലോ ഭയങ്കര ഈ സീരീസ് കണക്ട് ആക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല ആസ്വദിക്കാൻ പറ്റും. നമ്മൾ ഇമോഷണലി പിടിച്ചിരുത്തുന്നുണ്ട്. ഇപ്പോൾ സൂഹോ എന്നൊരു ക്യാരക്ടർ ഉണ്ട് സീസൺ 1. ഒരു ഗംഭീര ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിനെ സീസൺ 1 മാത്രമല്ല ഇവർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സീസൺ 2 ആ ഒരു ക്യാരക്ടറിന് ഒരു റെഫറൻസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരു മെമ്മറിയും കാര്യങ്ങളും സീസൺ 1 പോകും സീസൺ 2 എല്ലാം കാണുമ്പോൾ. സോ അങ്ങനത്തെ ഗംഭീര ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതൊക്കെ തന്നെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ആക്ഷനും പ്ലസ് ഡ്രാമ ഈ 2 കാര്യങ്ങൾ നല്ല ബാലൻസ് ആക്കി കൊണ്ടുപോയതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റും ഈ സീസൺ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും കാണുന്ന ഒരു കിഡിലൻ സീരീസ് തന്നെയാണ്. എസ്പെഷ്യലി ആക്ഷൻ സീരീസ് ഒക്കെ ഇഷ്ടപ്പെട്ടവർ. ഫുൾ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റ് ആണ്. ഫുൾ റിയലിസ്റ്റിക്കിലാണ് പിടിച്ചിട്ടുള്ളത്. പിന്നെ ചില സൈഡൊക്കെ ബ്രൂട്ടലായിട്ട് തന്നെ കുറേ ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ പറയാം ലാസ്റ്റ് എപ്പിസോഡിലാണ് ഒരു മെയിൻ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇവർ വെക്കാറ്. അതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചുള്ളത്. സോ മൊത്തത്തിൽ ഈ സീസൺ നോക്കിയാൽ മസ്റ്റ് വാച്ച് ആയിട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത മ്യൂസിക്കാണ്. സീസൺ 1 തന്നെ ഇടയ്ക്കിടയ്ക്കൊരു ബീജം ഒക്കെ ഉണ്ട്. ഒരു ബീറ്റ് ഉണ്ട് ഈ പടത്തിന്. പിന്നെ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഓരോ പാട്ടും ബീറ്റൊക്കെ ഇവർ വെക്കുന്നുണ്ട്. അതന്നെ നമുക്ക് ഒരു ഭയങ്കര വൈബ് വരുന്ന മ്യൂസിക്കൊക്കെയാണ്. അതൊരു സീസണിൻ്റെ വേറെ തന്നെ ഹൈലൈറ്റ് ആണ്. അത് കുറച്ചും കൂടി ആക്ഷൻ സീക്വൻസിലേക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഗംഭീരമായി എനിക്ക് ഫീൽ ചെയ്തേനെ. പക്ഷേ പ്രശ്നമൊന്നുമില്ല. വെക്കേണ്ട ബീറ്റും ബീജും ഒക്കെ കൃത്യമായിട്ട് അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ മൊത്തത്തിൽ നോക്കിയാൽ ഒരു ഗംഭീര സ്റ്റോറിയുള്ള ഒരു ഗംഭീര ഫൈറ്റ് സീക്വൻസ് ഉള്ള ഒരു സീരീസ്. സോ ഫുള്ളി കണ്ട ഒരു ആക്ഷൻ മൂവി കണ്ട ഒരു ഫീലാണ് നമുക്ക് നൽകുക സീരീസ്. സോ സീസൺ 3 ഇനി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സീസൺ 3 അനൗൺസ് ആയിട്ടില്ല. ബട്ട് ആ ഒരു സീസൺ 2 കൊണ്ടുപോയി ഒരു ക്ലിഫ് ഹാങ്കർ മൂവ്മെന്റിലാണ്. അവിടെ തന്നെ സീസൺ 3 ഉണ്ടാവാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. സോ കിടിലൻ സീരീസാണ് വീക്ക് ഹീറോ. മസ്റ്റ് വാച്ച് എന്ന് നിങ്ങൾക്ക് പറയാം.